with RJ Sean. An untold story, an unexplored legend, an explosive waiting to explode. മമ്മൂട്ടിയും മോഹൻലാലും വെള്ളിത്തിര കാണും മുമ്പ് തിരശീലയ്ക്ക് മുന്നിൽ തകർത്താടിയ ഒരു നടൻ. 37 വർഷത്തിന്റെ കഥ 3 മണിക്കൂറിൽ പറയാൻ പോകുന്നു. വെൽക്കം ടു സ്റ്റാർ ജാം സർ. താങ്ക് യു. ആൻഡ് ഹി ഈസ് ദ വൺ ആൻഡ് ഓൺലി സത്താർ. ആണോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ അറിയില്ല. സത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാൻ തന്നെ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലേ. ആരാണ് ഈ സത്താർ? എന്റെ അറിവില് സത്താർ എന്ന് പറയുന്നത് എനിക്ക് എന്റെ അമ്മ ടിവിയിൽ കാണിച്ചെന്ന നടനാണ്. പിന്നെ പറയും ദേ സത്താർ വന്നു എന്ന് പറഞ്ഞ് കാണിച്ചിരുന്ന ഒരു നടനായിരുന്നു. ആൻഡ് വീണ്ടും ഞാൻ കണ്ടത് 22 ഫീമെയിൽ കോട്ടയത്തിന്റെ സ്ക്രീനിലാണ്. അപ്പൊ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ദേ സത്താർ വന്നു. വാട്ട് എക്സാക്ട്ലി സത്താർ സർ? ഹൂ ഇസ് സത്താർ? ഞാനൊരു നാട്ടുംപുറത്ത് ജനിച്ചതാണ്. എന്താണ് സിനിമ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളൊക്കെ അന്ന് കാണുന്നത് പ്രേം നസീറിനും സത്യം മാഷിനും ഒക്കെയാണ്. ഭയങ്കര സുന്ദരനായിരിക്കണം, നല്ല ഗെറ്റപ്പ് ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ അവിടെ ഒരു ഗ്രാമപ്രദേശത്ത് വളർന്ന് സിനിമ സ്റ്റൈലൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ സുന്ദരനായിരുന്നില്ല. പ്രേം നസീറിന്റെ സൗന്ദര്യം ആകെ കിട്ടത്തില്ല. സോറി. ബട്ട് ഞാൻ അന്ന് ഇങ്ങനെ 75-ലാണ്. അന്ന് ഞാൻ MA ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഒരു ഹിപ്പി കൾട്ടിന്റെ ഒക്കെ ഒരു സമയമായിരുന്നു. അപ്പൊ ഞാൻ മുടി നീട്ടിയൊക്കെ വളർത്തി, താടിയൊക്കെ വളർത്തി, സ്റ്റൈലിൽ ഇങ്ങനെ കോളേജാണല്ലോ, ആലുവ UC കോളേജ്, മിസറ്റ് കോളേജാണ്. സോ ഐ എൻജോയ് ഇറ്റ്. അപ്പൊ അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നപ്പോ പേപ്പറിലൊരു പരസ്യം കണ്ടു. എന്താണത്? പ്രേം നസീറിനും ശാരദയുടെയും കൂടെ അഭിനയിക്കാൻ പുതുമകൾ ആവശ്യമുണ്ട്. ഈ മുടി നീട്ടി വളർത്തിയ താടിക്കാരനായ ഹിപ്പിക്കാരന് അതിനൊരു ആഗ്രഹം തോന്നി. ഞാനെപ്പോഴും സ്റ്റേജിൽ സജീവമായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല മിസറ്റ് കോളേജായിരുന്നു. സോ വി ഹാവ് ടു ഷൈൻ, ഇസ്ന്റ് ഇറ്റ്? സോ അപ്പൊ ചുമ്മാ അപേക്ഷിച്ച് നോക്കി, കിട്ടുമോ കിട്ടില്ല എന്ന് എനിക്കറിയില്ല. അത് വിൻസെന്റ് മാസ്റ്ററാണ് ഡയറക്ടർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചാടി ഒരു മരത്തിന്റെ തുഞ്ചത്തേക്ക് കയറിയത്. എന്നെ പ്രേം നസീറിനും ശാരദയെ ഒഴിവാക്കിയിട്ട് എന്നെ ഹീറോ ആക്കിയിട്ട് അനാവരണം ഹിറ്റായി. അതെ, സിനിമയായിട്ട് ആരും ബന്ധമില്ലായിരുന്ന സമയത്ത് വിൻസെന്റ് മാസ്റ്ററിനെ പോലെ ഒരാള്, ഒരു ഹിമാലയൻ എന്ന് പറയാല്ലേ മലയാള സിനിമയില്, അവിടെ നിന്ന് തുടങ്ങിയ സത്താറിന്റെ കഥയാണ് ഇന്ന് ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത്. വെരി ഗുഡ്. അന്നത്തെ സിനിമയുടെ പേര് അനാവരണം എന്നാണ്. അനാവരണം, അൺവീൽ. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിന്റെ പേരും അതാണ്, അനാവരണം. യെസ്, അൺവീൽ ചെയ്യൂ സത്താറിന്. വാട്ട് ഈസ് സത്താർ അല്ലേ? ഇത് ക്ലബ് FM സ്റ്റാർ ജാം, ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. It's Sattar in the 70s on Club FM Star Jam. 70കളിലെ സത്താറിനെ കുറിച്ച് ചോദിക്കാൻ പോവാണ്. എന്റെ കൂടെ ഉണ്ട് the one and only, the legend. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലെജൻഡ് എന്നൊക്കെ പറയാൻ പറ്റില്ല. ഐ എം സത്താർ. ഓക്കെ. എന്തായിരുന്നു 70കളിലെ സത്താർ? 70കളിലെ സത്താർ എന്ന് വെച്ചാൽ കോളേജിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. ഞാൻ ആലുവ UC കോളേജിലാണ് പഠിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ പാവമായിരുന്നു. എന്നെ കട്ടേ പതിങ്ങനെ വിളിക്കുക. കാരണം വെച്ചാൽ ഞാൻ ഏറ്റവും ബെഞ്ചിന്റെ പുറകിലേ ഇരിക്കത്തുള്ളൂ. മുഖത്ത് നോക്കില്ല ആരെയും. ക്ലാസ്സിൽ വരും, തിരിച്ചു വീട്ടിൽ പോകും. അത് മാത്രമായിരുന്നു. പിന്നെ SLC കഴിഞ്ഞ് ഞാൻ UC കോളേജ് ചെന്നു. നമ്മൾ എന്താ പറയാ, ഒരു പൊട്ടലായിരുന്നു, ഒരു അഗ്നിപർവ്വതം പൊട്ടുക. എന്താ പറയാന്, അവിടെ നിന്നിപ്പോ മിസറ്റ് കോളേജ്. എനിക്ക് പറയാൻ നാണാവുന്ന മോണാക്ട്, മിമിക്രി, പാട്ട് പാടാൻ അറിയില്ലെങ്കിലും പാട്ട് പാടുക. അന്ന് മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നോ? മിമിക്രി ഉണ്ടായിരുന്നു. യെസ്, ഞാനും മിമിക്രി ചെയ്തിരുന്നു. എന്തായിരുന്നു സാർ ചെയ്തിരുന്നത്? അന്ന് രാജേഷ് ഖന്നയൊക്കെ ഈ പെമ്പിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഒരു ആട്ടങ്ങൾ മാത്രമായിട്ട് ഞങ്ങളെ കൂട്ടിയിട്ടുള്ളൂ. ഈ മോണോ ആക്ടും മിമിക്രിയും ഡാൻസും ആട്ടവും പാട്ടൊക്കെ കൊണ്ട് പെൺകുട്ടികളെ വീഴ്ത്തിയോ? അല്ല, എനിക്ക് അങ്ങനെ അവരെ വീഴ്ത്തണം എന്നുള്ള ഉദ്ദേശമില്ല. എനിക്ക് ഷൈൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശം. എനിക്ക് വീഴ്ത്തുന്നില്ല, ആരെ വീഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമുക്കൊരു സുഖം ഉണ്ടാവണം. അവർ എന്നോട് നന്നായിട്ട് സംസാരിക്കണം, ഞാൻ അവരോട് നന്നായിട്ട് ഇടപഴകണം. അതാണ് എന്റെ എപ്പോഴത്തെ ആഗ്രഹം. അത് തന്നെയാണ്. എവരിബഡി ഹാസ് ടു ബി ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു സാധനം കൂടി എനിക്കുണ്ട് കേട്ടോ. യു ആർ ആൻ ഓൾ ടൈം ലവർ. അതാണ് ഇപ്പൊ ഈ ആഷിഖ് കപൂറിന്റെ പടത്തിൽ ഞാൻ പറഞ്ഞത്, പ്രേമിക്കണം അല്ലേ, ഒരുപാട് പ്രേമിക്കണം, എല്ലാവരും പ്രേമിക്കണം. അപ്പോൾ അവിടെ നല്ല സുന്ദരിക്കുട്ടി നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നോട്ടം മതി നമുക്ക്. അന്നൊരു ഫുൾ ഡേക്കില്ലേ അറിയാതെ നടന്നു കയ്യിൽ തൊട്ടുപോയി കഴിഞ്ഞാൽ തീർന്നു. ലഡ്ഡു പൊട്ടി എന്നൊക്കെ പറഞ്ഞ കോളേജ് കാലത്ത് സാർ റൊമാൻസ് ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. ഇതിൽ നന്നായിട്ട് സംസാരിക്കും. ഇപ്പൊ മറന്നുപോയി കുറെയൊക്കെ, വയസ്സായില്ലേ, ഇപ്പൊ 10-60 വയസ്സായി. സംസാരത്തിൽ അത് കേൾക്കാൻ സുഖമുണ്ടെങ്കിലും അതുകൊണ്ടായിരിക്കും എന്റെ കല്യാണമൊക്കെ തെറ്റിപ്പോയത്. ആരെ കണ്ടാലും കൂടുതൽ സംസാരിക്കല്ലേ, നന്നായിട്ട് സംസാരിക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നു. അത് എന്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അങ്ങനെ തെറ്റിപ്പോവല്ലേ. It's going to be a killer show and this is Sattar with me on Club FM. Tan Kanakina Fun. 10
10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ് ഇനി. ഞാൻ പറയുന്നത് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയണം. ആൻഡ് വൈ? ഓക്കെ. 22 ആണ് ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രായം. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. 17 ആണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം അപ്പോൾ വികാരം മുട്ടിമുളയ്ക്കുന്ന ഒരു പ്രായം, നമുക്ക് വിവേകമില്ലാത്തൊരു പ്രായമാണ്, വിവരമില്ലാത്തൊരു പ്രായമാണ്. IPL 5 വെറും ബോറടിയാണ്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ടു മച്ച് ഓഫ് ക്രിക്കറ്റ്. ഒരു എന്താ അത് അടിക്കുക തന്നെ, അത് തന്നെ ഇറ്റ്സ് എ ഫാൾസ് തിങ്. പക്ഷേ ഇന്നലത്തെ 2 മാച്ച് ഞാൻ കണ്ടിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഈക്വലായിട്ട് വന്ന കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. ഇപ്പോഴും ഞാൻ യങ് ഗേൾസിനെ 22 ഫീമെയിൽ കോട്ടയത്തിലെ സത്താറിനെ പോലെ പെൺകുട്ടികളെ ഇപ്പോഴും ആസ്വദിക്കാറുണ്ട്. തീർച്ചയായിട്ടും കണ്ണുകൊണ്ടെങ്കിലും ഐ എൻജോയ് ദം, ഐ അപ്രീഷിയേറ്റ് ദം. എനിക്ക് ഇഷ്ടമാണ് കാണുന്നത്. നല്ല ഡ്രസ് ചെയ്ത പെൺപിള്ളേരെ കാണുന്നത് ഇഷ്ടം തന്നെയാണ് എപ്പോഴും. അത് വേണം. ഇതൊക്കെ നടക്കുമ്പോൾ സർ എവിടെയായിരുന്നു എന്ന് പറയാമോ? 1983 വേൾഡ് കപ്പ് ഇന്ത്യ എടുക്കുമ്പോൾ. 83 വേൾഡ് കപ്പ് മദ്രാസില് ഞങ്ങൾ ചാടി കളിച്ചാണ്. ഞാൻ സിഗരറ്റ് വലിക്കാത്ത ആൾ 100 സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവുന്നത് ടെൻഷൻ കൊണ്ട്. അന്നൊക്കെ ഒരു ക്രിക്കറ്റ് കാണുന്ന ഒരു അരം തന്നെയായിരുന്നു. ടിവിയും VCRും ആദ്യമായി വന്നപ്പോൾ, VCR ഒക്കെ വരുമ്പോൾ ഒരു 81-ലൊക്കെയാണ് വരിക. അന്ന് ക്രേസ് ആയിരുന്നു അത് കാണുക. നമ്മൾ അതും കൊണ്ട് 100 വീട്ടിൽ ഓടി നടക്കുമായിരുന്നു അന്നൊക്കെ. കാരണം അത് കാണിക്കാൻ ഒരുത്തരം നമ്മുടെ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് ഭയങ്കര വിലയാണ്. 50,000 റുപ്യ കൊടുക്കണം അന്ന് VCR വാങ്ങിക്കണമെങ്കിൽ. അതെയോ? തീർച്ചയായിട്ടും. ഇൻഡസ്ട്രിയിൽ VCR ഒക്കെ അന്ന് നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് വരുത്തിപ്പിക്കുമായിരുന്നു. ജപ്പാനിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നൊക്കെയാണ് അന്ന് പോകുക. അതിനുവേണ്ടി നമ്മൾ സിംഗപ്പൂരിൽ പോകും ചിലപ്പോൾ. ഒളിമ്പിക്സിന് ഇനി 100 ദിവസം കൂടിയുള്ളൂ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. PT ഉഷയ്ക്ക് പണ്ട് മെഡൽ നഷ്ടമായപ്പോ TV ഉറ്റുനോക്കിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷെ കിട്ടിയില്ല എന്ന് വളരെ സങ്കടം തോന്നി. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് ഓരോ ഇന്ത്യക്കാരും ഉണ്ടായ ഒരു ദുഃഖമായിരുന്നിരിക്കണം. ആൻഡ് ഇത് ക്ലബ് FM കണക്കിന് ഫൺ. Star Jam with RJ Sean. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളെ വെച്ചിട്ടാണ് ഇനി എന്റെ ക്വസ്റ്റ്യൻസ്. ഷാറൂഖ് ഖാനെ എയർപോർട്ടിൽ പിടിച്ചു നിർത്തി 2 മണിക്കൂർ എന്ന് കേട്ടില്ലേ? കേട്ടിരുന്നു, വായിച്ചിരുന്നു. ഈ പ്ലെയിനും അല്ലെങ്കിൽ വിമാനത്താവളവും ഒക്കെ നാട്ടുകാർക്ക് അന്യായിരുന്ന സമയത്ത് പ്ലെയിൻ കയറി ഷൂട്ടിങ്ങിന് പോവുക, ഇതൊക്കെ ശീലാക്കിയിട്ടുള്ള ഒരു നടനായിരുന്നു സത്താർ. അതെ. എപ്പോഴെങ്കിലും കസ്റ്റംസ് പിടിച്ചിട്ടുണ്ടോ? എന്നെ പിടിച്ചിട്ടില്ല. പിടിച്ചു നിർത്തിയിട്ടുണ്ടോ? ഞാൻ സത്യനന്ദിക്കാണ്ട് പിടിച്ചു നിർത്തിട്ടുണ്ട്. ഞങ്ങൾ മണ്ടന്മാർ ലെഡറിൽ നിന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിന് പോയി. അപ്പോ സത്യന് ഉണ്ടായിരുന്നു. സത്യനാണ് ഡയറക്ടർ. അപ്പൊ അവിടെ ചെന്നപ്പോ സത്യനെ സെക്യൂരിറ്റിക്കാർ പിടിച്ചു നിർത്തി. പുള്ളി ഇംഗ്ലീഷ് വരല്ലോ ഒന്നും അറിയില്ല. ലണ്ടൻ എയർപോർട്ടിൽ വെച്ചോ? ലണ്ടൻ എയർപോർട്ടിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇടപെട്ട് വിട്ടു, അത്രേ ഉള്ളൂ. ഇത് എൻട്രൻസിന്റെ ആഴ്ചയാണ് സർ. 10-35 വർഷം മുമ്പ് കോളേജിൽ പഠിച്ച സത്താർ പറയൂ, അന്ന് എൻട്രൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അന്ന് നമുക്ക് SLC പാസ്സായി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 210 മാർക്കായിരുന്നു പാസ്സാവുന്നതിന് വേണ്ടത്. 600. അതെ, 360 മാർക്കാണ് ഫസ്റ്റ് ക്ലാസ്. അത് 360 മാർക്ക് കിട്ടാൻ വളരെ കഷ്ടമായിരുന്നു. ഇന്ന് ആർക്ക് എവിടെ എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും 500-ന് മേലാണ് മാർക്ക്. അപ്പൊ തള്ളും തിരക്കും തുടങ്ങി. അപ്പൊ കൺട്രോൾ ചെയ്യേണ്ടി വന്നു. അതിനായിരിക്കും എൻട്രൻസ് വന്നിരിക്കുന്നത്. +2 പഠിച്ച് പാസ്സായ പോരാ, ഇനി ഒരു എൻട്രൻസ് എഴുതിയിട്ട് വേണോ എഞ്ചിനീയറിംഗിൽ? അത് പോരാന്ന് തോന്നിയതുകൊണ്ടല്ല. അത് ആരുടെ പേരിലാണ് ഈ കുറ്റം ചുമത്തേണ്ടത്? ഒരു കുട്ടിക്ക് ഡബിൾ എക്സാംസ് കൊടുക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. BScക്ക് ഒരു 50% മേലെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മെഡിസിൻ അഡ്മിഷൻ കിട്ടുമായിരുന്നു. കാരണം അത്ര കഷ്ടമായിരുന്നു 50% മാർക്ക് കിട്ടാനായിട്ട്. ദേ ആർ ബ്രില്യന്റ് ദാറ്റ് ടൈം. ഇപ്പൊ എല്ലാവർക്കും 500-ന് മേലെ 600-ന്റെ അടുത്ത് മാർക്ക് കിട്ടുന്നു. സോ ദേ ഹാവ് ടു ഗോ ഫോർ എ സെക്കൻഡ് എക്സാം. ആൻഡ് ദാറ്റ്സ് എൻട്രൻസ്. പെർഫെക്റ്റ് ആൻസർ സർ. രജനീകാന്തിന്റെ ഷൂട്ടിംഗ് ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ടെന്ന് കേട്ടു. രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എപ്പോ? ഞാൻ ഒരു തമിഴ് പടം കാട് എന്ന് പറഞ്ഞ തമിഴ് പടത്തിന്റെ ഷൂട്ടിംഗ്, ഞാനൊരു ഹീറോ ആയിരുന്നു. ഞാൻ ഒരുപാട് തമിഴ് പടത്തിൽ അഭിനയിച്ചിട്ടോ. അപ്പൊ കാട് എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ടിംഗ് മുതുമലയായിരുന്നു ഷൂട്ടിംഗ്. അപ്പൊ അവിടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് രജനീകാന്തിന്റെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കണ്ടായിരുന്നു. അന്ന് രജനീകാന്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതാണ്. മദ്രാസിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഹി വാസ് എ സിമ്പിൾ മാൻ ഓൾവേസ്. ഇപ്പോഴും അങ്ങനെയാണ്. പുള്ളി എപ്പോഴും സിമ്പിൾ ആയിരുന്നു കേട്ടോ. ഇത് സ്റ്റാർ ജാം ഓൺ ക്ലബ് FM 10 കണക്കിന് ഫൺ.